ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഓക്സ്ടെയിൽ കറി കണ്ടാലോ. അതിനുവേണ്ടി ഞാൻ 1.5 കിലോ ഓക്സ്ടെയിൽ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നശിക്കുമല്ലോ. കുക്കറിലൊന്നും അല്ല വെക്കുന്നത്, നോർമലായിട്ട് നാടൻ രീതിയിലാണ് വെക്കുന്നത്. നല്ലതുപോലെ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതിൽ മസാലകൾ ചേർത്ത് ഒന്ന് കുറച്ച് നേരം വെച്ചേക്കാം. ആദ്യം കുറച്ച് സോൾട്ട് ഒന്നിട്ട് കൊടുക്കും. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 1.5 സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ചെറുതായൊന്ന് വാടി കാണിട്ടുണ്ട്. അതിന് കൂടെ നമുക്ക് ഒരു 4 പച്ചമുളക് പിളർന്നിട്ടുണ്ട്. 2 ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ചെറുതായി ടൊമാറ്റോ ഒന്ന് വാടി കിട്ടിയാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മസാല, ഗരം മസാലയാണ്. പച്ചമണം മാറുന്നതാണ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇതേപോലെ തന്നെ അടച്ച് വെച്ച് നല്ലതുപോലെ വെന്ത് വരണം. ഇതാകുമ്പോഴത്തേക്കും നാടൻ സ്റ്റൈലിൽ ഓക്സ്ടെയിൽ റെഡിയായി കിട്ടും. അടച്ച് വയ്ക്കാം. ഇനി നമുക്കിത് നോക്കിയാലോ. നല്ല വെള്ളം കൊടുക്കും. നേരം കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചും കൊടുക്കാം. അപ്പോൾ ഇതിനൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല വന്നു. എല്ലാം നീട്ട് വന്നില്ല. ഫ്രൈഡ് ഒണിയനാണ്. കുറച്ച് ഫ്രൈഡ് ഒണിയൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റ് വേറെ ലെവലായിരിക്കും. ടൊമാറ്റോ കെച്ചപ്പില്ലേ, ടൊമാറ്റോ കെച്ചപ്പ് കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കറി സ്റ്റൈലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റുന്നതിന് മുമ്പ് നമുക്ക് നിർത്താം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഓക്സ്ടെയിൽ കറി റെഡിയായിട്ടുണ്ട്. ഓക്സ്ടെയിൽ കറി എന്ന് ഞാൻ പറയുന്നില്ല, നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഓക്സ്ടെയിൽ പെരട്ട്. ഇത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ല ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.